പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ഫെയ്ത്ത് ഫോർമേഷൻ പ്രോജക്റ്റാണ്. നമ്മൾ വളരെ ഉടമ്പടിയെ ഉടനടി പരിഹാരം എന്ന രീതിയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളായി. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി ഒരു ഫെയ്ത്ത് ഫോർമേഷൻ പ്രോജക്റ്റാണ്. ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ പരിശീലന പദ്ധതി. ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കാണ്. അതായത് എപ്പോഴും ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി കടന്നു പോകേണ്ട കുറച്ച് മേഖലകളുണ്ട്. അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ ചിലർ ഒരു മേഖലയും കടന്നു പോകാതെ അനുഗ്രഹം മേടിക്കും. അത് ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ വരും. അനുഗ്രഹം വാങ്ങിക്കുന്നതും അനുഭവിക്കാനുള്ള യോഗ്യതയും രണ്ട് വിഷയമാണ്. നമുക്ക് അനുഗ്രഹം എത്ര കിട്ടിയാലും അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അനുഗ്രഹം വാങ്ങിക്കുകയും അതേസമയം തന്നെ അത് അനുഭവിക്കാനുള്ള യോഗ്യത നേടിയെടുക്കുകയും ചെയ്യാനുള്ള ബിബ്ലിക്കൽ ഫോർമുലാസാണ് ഇന്ന് നോക്കുന്നത്. കർത്താവ് എപ്പോഴും പറയുമ്പോൾ ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്ന് പറയും. അപ്പം എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു ദൈവാനുഭവങ്ങൾ, ഒരു ഒറ്റപ്പെട്ട ജീവിത പ്രശ്നങ്ങളുണ്ടായി, നമ്മൾ ഉടമ്പടി ചെയ്തു, അതിനൊരു പരിഹാരം ഉണ്ടായി, നമ്മളും പിരിഞ്ഞു, ദൈവവും പിരിഞ്ഞു. അങ്ങനെയാണ് ശരിക്കും കുറേ ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കണേ. അവർക്കൊരു ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാവും. പെട്ടെന്ന് കടമ അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ, കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടാകും. അതിന് പെട്ടെന്ന് അവർ ഉടമ്പടിയിലേക്ക് എടുക്കുന്നു. അവിടുന്ന് ടാപ്പ് ചെയ്യാവുന്ന ബ്ലെസ്സിങ് വാങ്ങിച്ച് ആ വിഷയം നേടിയെടുത്ത് ദൈവം തെക്കോട്ടും പോവും, നിങ്ങൾ വടക്കോട്ടും പോവും. പിന്നെ ഈ വിഷയമില്ല. അവിടെ ഫോർമേഷൻ നടക്കണില്ല. ഫെയ്ത്ത് ഫോർമേഷൻ നടക്കണില്ല. അതിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രേസ്, ഇൻസ്റ്റൻറ്റ് ബ്ലെസ്സിങ്സ് സാധാരണ കൊടുക്കുന്നത് ഫ്രഷ് കമേഴ്സിനാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ നോൺ ക്രിസ്ത്യനാണ്, നിങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരികയാണ്, നിങ്ങൾക്കിങ്ങനെ ഒരു വലിയൊരു ഗുരുതരമായ വിഷയമുണ്ട്. ഓക്കെ, ദൈവം അപ്പം തന്നെ അതിന് വിഷയത്തിനൊരു സമാധാനം ഉണ്ടാക്കും. പക്ഷെ ചിലർ അതൊരു തക്കമായിട്ട് എടുത്തുകൊണ്ട് എന്നും കൊന്നും അങ്ങനെ ഒരു രീതിയിൽ തന്നെ ഉടമ്പടിയെ കാണാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ കോമ്പറ്റൻ്റ് പാർട്ട്ണർ എന്നുള്ള ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. കോമ്പറ്റൻ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഉടമ്പടിയല്ലേ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗ്രേസ്ഫുൾ എന്ന് പറയുന്നത്, ഉടമ്പടിയുടെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് എന്താ? അനുഗ്രഹത്തേക്കാൾ ഉപരി ആ പദവിക്കാണ് പ്രാധാന്യം. അച്ഛൻ പറഞ്ഞ മനസ്സിലാണില്ലേ? അതായത് നമുക്ക് ഈ അനുഗ്രഹം, ഇപ്പം നിങ്ങൾക്ക് ജീവിത പങ്കാളിയില്ല, നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈശോയുടെ ഒരു രീതി എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന് എവരിത്തിങ്. ഇപ്പം നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് എന്താ? സൂര്യന് താഴെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉടമ്പടി പരിഹാരമുണ്ട്. അതാണ് സാക്ഷ്യങ്ങൾ. നമ്മൾ ഓരോ സാക്ഷ്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളിൽ ആൾക്കാർ പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും
താമസിക്കുന്നവരാണ്. നമുക്കറിയാമല്ലേ, കൃപാസനത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാകും. അത് ഒരിക്കലും ഒരു ആലപ്പി ബേസ്ഡ് അല്ല കേരള ബേസ്ഡ് സാക്ഷ്യങ്ങളല്ല, ഒരു ഗ്ലോബൽ സാക്ഷ്യങ്ങളാണ് വരുന്നത്. ഞാൻ തന്നെയും 17 രാജ്യങ്ങളിൽ പോയി. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ജീവിതവും നമ്മളുടെ ജീവിതാവസ്ഥകൾ, നമ്മളുടെ ജീവിത ആവശ്യങ്ങളൊന്നുമല്ല അവരുടേത്, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സാക്ഷ്യങ്ങളെല്ലാം ഗ്ലോബലായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വരണത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും കൊണ്ടുപോയി ഉടമ്പടിയെ തിരിച്ചു വെച്ചാൽ നമുക്ക് റെയിൻ ഹാർവസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, മഴവെള്ള സംഭരണി, പിന്നെ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ഉടമ്പടിയിൽ റെസ്പോണ്ടീവാണ്. അപ്പോൾ പക്ഷേ ചിലർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവർ അനുഗ്രഹത്തിന് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യും. എൻ്റെ സഹോദരൻ, അത് ചെയ്യരുത്. അനുഗ്രഹത്തിനേക്കാൾ വലുത് അതിൻ്റെ പദവിക്കാണ്. പദവി എന്ന് പറയുന്നത്, ഞാനുള്ള കാര്യങ്ങൾ പറയാം, എനിക്ക് ഒരു അനുഗ്രഹവും ദൈവം തന്നില്ലെങ്കിലും ഞാൻ ഈ പൗരോഹിത്യത്തിൻ്റെ പദവി, അതൊരു കവനൻ്റ് പദവിയാണ്. ഒരു അനുഗ്രഹം വേണ്ട ആവശ്യമില്ല, പദവി മാത്രം മതി. എന്താ കാര്യം? ഞാൻ കർത്താവുമായിട്ടൊരു ഒരു പ്രോജക്റ്റല്ല, ബയലാറ്ററൽ എഗ്രിമെൻ്റുള്ള പാർട്ട്ണറാണ് നമ്മൾ ശരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇതൊരു സുവർണ അവസരമാണ്. എന്താണ്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും കൂടെ ഇരിപ്പാൻ, എന്നും കൂടെ സന്തോഷത്തോടെ പാടുക. കൂടെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്തോസ് 3:9. 1 കൊരിന്തോസ് 3:9. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഒന്നുകൂടി പറഞ്ഞേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. കൈ അടിച്ചോണ്ട് പറഞ്ഞേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. ഉടമ്പടി ഒരു സ്റ്റാറ്റസ് അതാണ്. ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഇപ്പം നമ്മൾ ദൈവവും കൂടിയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യണത്. ഈ ഒരു ബോധം ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കാൻ പോകുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ വിഷയത്തിൽ കൂട്ടുവേലക്കാരാണ്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ കൂട്ടുവേലക്കാരാണ്. അതാണ് വിഷയം. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചോദിക്കുന്നത്. നമ്മൾ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ദൈവം നമ്മുടെ വിഷയത്തിൽ കൂട്ടുവേലക്കാരനാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അത് നമ്മുടെ കാര്യമാണ്, ദൈവം നമുക്ക് കൂട്ടുവേലക്കാരനാകും. ഇത്രയും നാൾ മനസ്സിലാക്കിയിരുന്നതിൽ നിന്ന് നമുക്ക് ഒരു അനുഗ്രഹവും ഉടമ്പടിയുടെ പുറത്തില്ല. അത്രയും പെർഫെക്റ്റാണ് ഉടമ്പടി. കഴിഞ്ഞ ദിവസങ്ങളിലേ എലിസബത്ത് ജീനയ്ക്ക് കുറേ സാക്ഷ്യങ്ങളുണ്ട്. അതിലൊരു സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ രോഗങ്ങളൊക്കെ മാറിയത് സാക്ഷ്യങ്ങളാണ്, നല്ല സാക്ഷ്യങ്ങളാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഗുരുതരമായ രോഗങ്ങളിൽ നിന്നൊക്കെ മാറിയതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല.
അവൾ ആ രോഗങ്ങളിൽ നിന്നെല്ലാം മാറി. അപ്പോൾ അവരുടെ ലൈഫ് ആദ്യം പ്രതിരോധമാണല്ലേ, പ്രതിരോധം. അതിനെല്ലാം അതിജീവിച്ചു വന്നപ്പോൾ പിന്നീട് എന്താണ്, എല്ലാം അതിജീവിച്ചു. പിന്നെ ജീവിതമാർഗ്ഗമില്ല. ആദ്യം നിക്കക്കള്ളിയില്ലായിരുന്നു, രോഗിയായിരുന്നു. അതിനെ ഉടമ്പടിയിലൂടെ അതിജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ, ജീവിതമാർഗമില്ല. ഈ ജീവിതമാർഗത്തിനും കർത്താവിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിക്കണമെന്ന് അജ്ഞാതമായ മാർഗങ്ങളാണ്. ഈ അജ്ഞാതമായ മാർഗങ്ങളിലൂടെ, ഈ വഴിയിലൂടെ ഇതിനു മുമ്പേ നീ പോയിട്ടില്ലെന്ന് പറയുന്നതും അജ്ഞാതമായ മാർഗങ്ങളിലൂടെ ദൈവം നമ്മളെ രക്ഷിക്കുക. വെച്ചാൽ നമ്മൾക്ക് അറിയാവുന്ന, ഇപ്പോൾ എന്താണ് എലിസബത്ത് ജീനയുടെ വിഷയം എന്താ? എലിസബത്ത് ജീന ഇങ്ങനെ കൃപാസനം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ധ്യാനത്തിലൂടെ പറയുകയാണ്, നിങ്ങളുടെ ഏജൻസിയുടെ നമ്പർ കെ ആണെന്ന്. കെയിൽ തുടങ്ങുവാണ്. കെയിലാണ് നിങ്ങളുടെ ഏജൻസിയുടെ നമ്പർ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് ഞാൻ ധ്യാനത്തിലൂടെ പറയുകയാണ്. അങ്ങനെ കുറേ മെസ്സേജ് വരുവേ. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മെസ്സേജ് വരും. അപ്പോൾ പറയാനുള്ളതാണെങ്കിൽ ഞാൻ പറയും. എനിക്കുള്ള മെസ്സേജ് ആണെങ്കിൽ ഞാൻ റിസർവ് ചെയ്യും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ആണെങ്കിൽ ഞാൻ പറയും. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കും, നിങ്ങൾ ഉടനെ ചിന്തിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? എന്തുമാത്രം ആൾക്കാർ ജോലിക്ക് പോണേ, എന്തുമാത്രം ആൾക്കാർ ഏജൻസിൻ്റെ തിരക്ക് നടക്കണം, എൻ്റെ അത് കെ ആരാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് ചുമ്മാ ഇങ്ങനെ ഈ ഇരണ്ടയ്ക്ക് വെടിവെക്കണ പോലെയാണെന്ന് പറയും. എന്നുവെച്ചാൽ ഇരണ്ടയ്ക്ക് വെടിവെക്കുക എന്ന് വെച്ചാൽ ഇരണ്ടയിൽ ഇങ്ങനെ അരിമ്പ് കോരിയിട്ടല്ലേ വെടിവെക്കുന്നത്, പുട്ട് വെടിവെക്കുന്നത്. എന്നിട്ട് കൊള്ളണ അങ്ങനെയല്ല. കർത്താവിൻ്റെ ദർശനങ്ങളെന്ന് പറയണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കോമണായിട്ടാണ് മെസ്സേജ് നമ്മൾ കേൾക്കണമെങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വീകർത്താവിന് ആന്തരിക ബോധ്യം കിട്ടും ആ സമയത്ത്. അങ്ങനെയാണ് ഇത് വരുന്നത്. നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയുടെ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലേ, നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കമ്മ്യൂണിക്കേഷൻസാണ് കർത്താവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 1000 പേർക്ക് ഉണ്ടെങ്കിലും ആ യഥാർത്ഥ സ്വീകർത്താവിന് എന്താ കിട്ടണത്? ഉടനെ പരിശുദ്ധാത്മാവ് ആന്തരിക ബോധ്യം കൊടുക്കും. ദിസ് ഈസ് പർട്ടിക്കുലർലി ഫോർ യു എലോൺ. അതാണ് ആന്തരിക ബോധ്യം എന്ന് പറയണത്. ആന്തരിക ബോധ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എൻ്റെ മക്കളെ ഒരിക്കലും ഡൗട്ട് ഫെയ്ത്ത്, ചിലർ ആധ്യാത്മിക ശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കാരണം ചില ആൾക്കാർ ഡൗട്ട് ഫെയ്ത്തിൽ ചെയ്യും. എന്നെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ അച്ഛൻ പറഞ്ഞത്, കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി ചെയ്ത് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് കാശ് കൊടുക്കുക. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത്. അത് ഡൗട്ട് ഫെയ്ത്ത് എന്ന് പറയും. ഡൗട്ട് ഫെയ്ത്ത് അതായത് ഇത് അച്ഛൻ എന്നെക്കുറിച്ചായിരിക്കും പറഞ്ഞത്, ദൈവമേ അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കണേ, നാട്ടുകാരെക്കുറിച്ചൊന്നും ആയിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡൗട്ട് ഫെയ്ത്തിൽ നമ്മൾ ചെയ്യും. അത് ബൈബിൾ ഇതിനെ വിലക്കുന്നുണ്ട്, ബാൻ ചെയ്യും ഡൗട്ട് ഫെയ്ത്തിനാണ്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാണ് ബൈബിൾ പഠിക്കണത്? ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ചരിത്രം പഠിക്കുകയല്ല. ഹൗ ടു ഡീൽ വിത്ത് ഗോഡ്, ഹൗ ടു റിസീവ് ദ മെസ്സേജ്, ഈവൻ ദ ടൈനി മെസ്സേജ് എങ്ങനെയാണ് റിസീവ് ചെയ്യണത്. എൻ്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് കുറേ നാളായി ജീവിക്കുന്നു. പക്ഷെ ഉടമ്പടി ആഗ്രഹിക്കുന്ന വഴികളിലൂടെ പക്വതയാർന്ന പ്രബുദ്ധതയിലേക്ക് വളരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ, ഈ ധ്യാനത്തിലൂടെ ആഴമായ ബോധ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിനോട് പറയണത്, കർത്താവ് എനിക്ക് നിന്നെ പഠിക്കണം, നിൻ്റെ വഴികളെ പഠിക്കണം, നിൻ്റെ കൂടെ സഞ്ചരിക്കണം, നിൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാകണം. കാര്യം മൊത്തം കമ്മ്യൂണിക്കേഷനാണ്. രാത്രിക്ക് അറിവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു ലക്കാനുമില്ലാതെ ഏത് സമയവും ദൈവം കമ്മ്യൂണിക്കേഷൻ തന്നുകൊണ്ടിരിക്കും.
11. അപ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1000 പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് ഒരു വ്യക്തിയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ. ചിലപ്പോൾ 7 വ്യക്തികളെ വരെ ഉദ്ദേശിച്ച് കൃപാസനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 7 ഒരു മെസ്സേജാണ്. ഒരു ഗോൾഡൻ 7 എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നില്ലായിരുന്നു. എത്ര പേരാണ് സാക്ഷ്യം പറഞ്ഞത് ഗോൾഡൻ 7ൻ്റെ? അപ്പോൾ അതെല്ലാവർക്കും ആ 7 പേർക്കും ആ സെയിം മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം അന്ന് തന്നെ ആ ആഴ്ച തന്നെ ആ ഡെസ്പാച്ചായി പോവുക. ബ്ലെസ്സിങ് അത്രയും പവർഫുള്ളാണ് അത് സംഭവം. അപ്പോൾ എന്താ എൻ്റെ മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ നോക്കണം. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഉടമ്പടി എന്താണ് ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുന്നതാണ്, അല്ലേ? അതാണ് വാക്കിൻ്റെ ഉള്ളിൽ ദൈവം ദാനം വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള ദാനം എൻ്റെ ഉടമ്പടിയിലൂടെ ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഉടമ്പടി ജീവിതം എന്ന് പറയണത്. അപ്പോൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഓൾ ഓഫ് എ സഡൻ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളെ പഠിത്തം നിർത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുമല്ല 10ാം ക്ലാസ്സിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞില്ലേ. 8ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയതാ. പിന്നെ കെട്ടണ കാലത്ത് ചെന്നപ്പോൾ എല്ലാവരും ചോദിക്കണത് വിദ്യാഭ്യാസമാണോ? അയ്യോ 10ാം ക്ലാസ് പോലും പാസ്സായില്ലേ. അപ്പോൾ അവർക്ക് അപ്പോഴാണ് തോന്നുന്നത് എന്നാൽ 10ാം ക്ലാസ് പഠിക്കാമെന്ന്. അപ്പോൾ ഇനി 9 പഠിക്കാതെ 9 ചാടി 10ാം ക്ലാസ്സിൽ പോയി ഇരിക്കാൻ ഗവൺമെൻറ് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ PDC കഴിഞ്ഞാൽ പിന്നെ MAക്ക് പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു പ്രായം കഴിയണം കഴിഞ്ഞാൽ നമുക്ക് MA എഴുതിയെടുക്കാൻ പറ്റും. പക്ഷേ MA എഴുതിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ MAക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കടന്നു പോകേണ്ട ഒരു എഡ്യൂക്കേഷണൽ ഒരു ഫോർമേഷനുണ്ട്. അതുണ്ടാകത്തില്ല. ഈ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് വിഷയം. ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് നമുക്കൊരു അപ്രോച്ച് പറ്റത്തില്ല. ഉടമ്പടിയിലൂടെ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം പിന്നെ കാതലായ ദൈവ-മനുഷ്യബന്ധമായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം നിവർത്തിക്കൊണ്ട് പോകണം. കാര്യം ഇതിന് 4 ഉടമ്പടിക്ക് വാഗ്ദാനം പ്രാപിക്കാൻ 4 പ്രൊസീജിയറാണ് ദൈവം വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, മരുഭൂമിയിലൂടെ പോരണം. രണ്ടാമത്തത് എന്താണ്? മരുഭൂമിയിലൂടെ പോന്ന് ജോർദാൻ കടക്കണം. ആദ്യം ചെങ്കടലിലൂടെ പോരണം. ചെങ്കടലിലൂടെ വന്നാൽ എവിടെ എത്തണം? മരുഭൂമി. ഇനി മരുഭൂമിയിലൂടെ പോന്നു കഴിഞ്ഞാൽ അപ്പോൾ ചെങ്കടൽ, മരുഭൂമി, ഡെസേർട്ട്, അല്ലേ, റെഡ് സീ. അതെല്ലാം പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോർദാൻ വരണത്. ജോർദാൻ നീന്തി കയറി വരുമ്പോഴാണ് ജെറീക്കോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം 4 പ്രൊസീജിയറിലൂടെയും പോരുന്ന ആൾക്കാരുണ്ട്. നല്ല സൂപ്പറായിട്ട് അതെല്ലാം ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും അവർ ബലമാകും, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ബലമാകും. അപ്പം അതുകൊണ്ട് ആ ദൈവം അതാണ്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കവനൻ്റ് ലൈഫാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ 10ാം ക്ലാസ് നമുക്ക് ഇപ്പോൾ ഒരു 8ാം ക്ലാസ്സിൽ തോറ്റെന്ന് വിചാരിച്ചോ, പിന്നെ നമുക്ക് 10ാം ക്ലാസ് എഴുതിയെടുക്കാൻ സർട്ടിഫിക്കറ്റല്ലേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ എഴുതി ഒപ്പിടാൻ പറയുമ്പോൾ അവർ മിക്ക പോലെ സുവായ ഇന്ദ്രായൊക്കെ ഒപ്പിടത്തുള്ളൂ. അതാണ് വിഷയം. അവർ ഷൂ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടുകളെ അങ്ങനെയല്ലല്ല. അവർ 10ാം ക്ലാസ്സുകാരൻ്റെ സ്റ്റാൻഡേർഡ് വേണം ആദ്യം. അതുപോലെ തന്നെ ഉടമ്പടി ഒരു 4 പുതുക്കിയെന്ന് പറയുമ്പോൾ ഉടമ്പടി 4 പുതുക്കിയ സ്റ്റാൻഡേർഡ് ഉണ്ടാകണം ആളിന്. അവിടെയാണ് ഒരു പ്രശ്നം വരണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പ്രൊസീജിയർ പൂർത്തിയാകാത്ത കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. പ്രൊസീജിയർ അതായത് ഉടമ്പടി 4 പുതുക്കിയാൽ ആ 4 പുതുക്കിയ കൾച്ചർ,
അവർ കടന്നു പോയിട്ടുള്ള ഓരോ ഘട്ടം. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ചെങ്കടലിലൂടെ ഈജിപ്തിൽ നിന്ന് പോകുന്നതിന് ശേഷം പിതാക്കന്മാർ പിന്നെ കടന്നു പോകുന്ന ഏറ്റവും വലിയ വിഷയം ചെങ്കടലാണ്. വാഗ്ദാന നാട് പ്രാപിക്കുമ്പോൾ ഈ ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കുന്നതാണല്ലോ. അപ്പം ചെങ്കടലിലൂടെ ഉണ്ടാകുന്ന പ്രോസസ്സിങ് എന്താ? ചെങ്കടൽ കൊണ്ട് ദൈവം ഉദ്ദേശിക്കണത് എന്താ? പൗലോസ് അപ്പോസ്തലൻ പറയണത് പാപത്തിൽ നിന്നുള്ള മോചനമാണത്. ഉടമ്പടിയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ പാപം കുറഞ്ഞിരിക്കണം. അതാ വിഷയം. ഉടമ്പടി ഘട്ടം കഴിഞ്ഞാൽ ചില ആൾക്കാർ ചെങ്കടൽ കടക്കാതെ മരുഭൂമി കയറിയിരിക്കും. അതായത് ചെങ്കടൽ കടക്കത്തില്ല. അവർ കടക്കാതെ എന്തെങ്കിലും തരിടെ കാണിച്ച് അവർക്കിതുമായിട്ട് ബന്ധമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഉടമ്പടിയുടെ ആ ഘട്ടം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതെ, ആ ഉപവാസമില്ലാതെ, എളിമപ്പെടാതെ, ഇപ്പം ചെങ്കടൽ എടുത്തേ 1 കൊരിന്തോസ് 10:1-2 സഹോദരരെ, സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പൊ സ്നാനമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. നമ്മുടെ പിതാക്കന്മാർ കടലിലൂടെ കടന്നു എന്നാണ്. പക്ഷെ കടലിലൂടെ കടന്നതിൻ്റെ ഉദ്ദേശം എന്താ? സ്നാനമാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിൽ നിന്ന് കഴുകിക്കളയൽ. ഉടമ്പടിയുടെ ഒരു ഘട്ടത്തിൽ ഈ സ്നാനം നടക്കണം. അതാണ് എൻ്റെ പ്രൊസീജിയർ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് വളരെ ഒരു വിഷണ്ണനാണ് ഒരു കാര്യത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് പൊതുവെ ജഡത്വമോ അങ്ങനെ എന്തോ ഒരു സാധനം ഈ നമ്മുടെ ഈ കപ്പലുണ്ടല്ലോ, വലിയ കപ്പലിൻ്റെ അടിയിൽ തൊഴിഞ്ഞാൽ കപ്പൽ പുഴുവിനെ കാണാൻ പറ്റും. അതെന്തൊരു കക്കയാണ്. അത് വന്ന് കപ്പലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അത് വലുതായി പിന്നെ അത് നിറച്ചിങ്ങനെ പുറ്റുപോലെ പിടിച്ച് കപ്പലിന് ദൂരം ഉണ്ടാക്കും. അതുപോലെ ഈ ആധ്യാത്മിക മേഖലയിൽ സ്ഥിരം വ്യാപരിക്കുന്ന ആൾക്കാരെ ഒക്കെ ഇതുപോലെ കപ്പൽ പുഴുവിൻ്റെ അസുഖങ്ങളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ സ്ഥിരമായിട്ട് ഉടമ്പടി പുതുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും ആ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവും. നിങ്ങളിത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് എടുക്കും. ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടതാ, ഇതാണ് സാധനം, ഇങ്ങനെയാണ് സാധനം. ഇതൊക്കെ നമ്മളെപ്പോഴും കേൾക്കണതല്ലേ ഇത്. കേരളത്തിനും പൊതുവെ ഇപ്പോൾ ഈ രോഗം കൂടുതലാണ്. കാര്യം 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ കയറി ഇറങ്ങാത്ത ആൾക്കാർ, ഒരു ധ്യാനകേന്ദ്രത്തിൽ തന്നെ 10 പ്രാവശ്യമൊക്കെ പോയിട്ട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പോയിട്ട് കപ്പൽ പുഴു അടിച്ചങ്ങനെ ഇരിക്കുകയാണ് ഈ സാധനത്തിന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളെ കുറേ കേട്ടതാ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് ക്യാരക്ടറിൽ അഭിരമിക്കും. ആ പ്രൊസീജിയറിലൂടെ കടന്നു പോയെങ്കിലും അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കത്തില്ല. മേഘത്തിലൂടെയും അതുപോലെ തന്നെ കടലിലൂടെയും കടന്നു പോകുമ്പോൾ സ്നാനപ്പെട്ടു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉടമ്പടിയുടെ ആദ്യകാലങ്ങളിൽ തന്നെ സംഭവിക്കേണ്ട വിഷയമാണ് സ്നാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്നാനം? പലതരത്തിലുള്ളതാണ്. മനസ്ഥിതിയിൽ സ്നാനം നടക്കും. മനസ്ഥിതിയിൽ അപ്രോച്ച്, സമീപനത്തിൽ സ്നാനം നടക്കും. പിന്നെ ചെയ്തികളിൽ, പാപത്തിൻ്റെ ചെയ്തികളിൽ സ്നാനം നടത്തും. അപ്പോൾ ഈ പ്രൊസീജിയർ ഒന്നും നടക്കാതെ അനുഗ്രഹത്തെ മാത്രം ടാപ്പ് ചെയ്യാൻ വേണ്ടി ഉടമ്പടിയിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ വരുന്നതിൻ്റെ കാരണം അതാണ്. എപ്പോഴും അസമാധാനവും, അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അവരെന്താണ് സൃഷ്ടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമാധാനവും അന്തഛിദ്രവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും.
ഇവിടെ അവരുള്ള സ്ഥലങ്ങളിലെല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യമാണ് ഈ വിഷയം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ആദ്യത്തെ ഘട്ടമായ ചെങ്കടലിലൂടെ കടക്കുന്ന പ്രക്രിയ എന്റെ ആന്തരിക ജ്ഞാനസ്ഥാനത്തെ സൂചിപ്പിക്കുകയും അതിനപേക്ഷണീയമായി ശുദ്ധജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മക്കളെ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എളിമയോടെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവികമായ സത്യങ്ങളെ വെളിപ്പെടുത്തി നിങ്ങൾക്ക് ആത്മീയ ആഹാരം കർത്താവ് ഒരുക്കുന്നതിന് ഓർത്ത് നന്ദി പറയുകയും സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ സന്തോഷത്തോടെയാണത് സ്വീകരിക്കണതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പിന്നെയും നമ്മളെ പരിപാലിച്ചുകൊണ്ടും പരിശീലിപ്പിച്ചുകൊണ്ടും ഇരിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ പോകുന്നിടത്ത് ഈ വാഗ്ദാനം കർത്താവ് കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ അടയാളം കാണിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനിയമ്മ ഫ്രാൻസിസ് എന്നും പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആനിയമ്മ ഫ്രാൻസിസ് ഭരണങ്ങാനത്തുള്ളതാണ്. ഇപ്പോൾ ഷാർജയിൽ ബിസിനസ് നടത്തുകയാണ്. അപ്പോഴവർ ഷാർജയിൽ 28 കൊല്ലമായിട്ട് ബിസിനസ് നടത്തുന്നത്. പക്ഷേ അത്രയും 28 കൊല്ലമായിട്ട് വലിയ മില്യനെയർ ബിസിനസ്സാണ് നടത്തുന്നത്. പക്ഷെ അവർ വളരെ കൂളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു മുറുക്കാ കച്ചവടം നടത്തണ പോലെയാണ് പറയണവർ.
ഒരു പെട്ടിക്ക് നടത്തുന്ന പോലെയാണ് പറയണത്. ആ വിഷയം അതായത് ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് അവർ പറയണത്, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അവരുടെ പെറ്റമ്മയാണ് വരണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മാതാവിനെക്കുറിച്ച് അവരെ അത്രയും ഇൻറ്റിമസിയോടെ സംസാരിക്കണത്. പിന്നെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഈ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഭയങ്കര പാടാണല്ലോ, ആധ്യാത്മിക ജീവിതം ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൃപ വാങ്ങിക്കണം. പക്ഷെ പല ബിസിനസ്സുകാർക്കും കൃപ ചോദിച്ചാൽ കിട്ടത്തില്ല. അതിൻ്റെ കാരണം കൃപയുടെ വഴികളിലൂടെ അല്ല അവർ സഞ്ചരിക്കണം. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? കൃപ ചോദിച്ചാൽ കിട്ടാത്തതിൻ്റെ കാരണം അവരുടെ പല വഴികളും കൃപയുടെ വഴികളിലൂടെ ആയിരിക്കത്തില്ല സഞ്ചരിക്കണത്. ആനിയമ്മയുടെ സാക്ഷ്യം വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം ഇവർ പറയണത്, ഇവർക്ക് ഷാർജയിൽ ഒരു ഈ ബെയർ ഹൗസ് ഉണ്ടാക്കി വിൽക്കുന്നതോ വാടക കൊടുക്കുന്നതാണ് ജോലി. ബെയർ ഹൗസ് എന്ന് പറയുമ്പോൾ ഈ വലിയ ഹോളില്ലേ, അതുണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനം അതിൻ്റെ അകത്ത് വാടകയ്ക്ക് സൂക്ഷിച്ച് വെക്കും. നല്ല ബിസിനസ്സാണ്, വലിയ തലവേദനയില്ലാത്തൊരു ബിസിനസ്സാണ്. തലവേദന ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷനുണ്ട്, ഭയങ്കര ഷാർജയിലൊക്കെ ഞാൻ അവിടെ ഈ സെമിക്കൽ സച്ച് ധ്യാനിപ്പിക്കാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള വിഷയം വെച്ചാൽ കോമ്പറ്റീഷനുണ്ട്. കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ബൈബിള് ചില വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ബിസിനസ് ഉണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഈ ബിസിനസ്സിൽ മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസത്തിൽ കോമ്പറ്റീഷൻ ഇല്ലേ? നമ്മൾ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഒന്നെങ്കിൽ നമ്മളെക്കാൾ മാർക്കുള്ളവർ വേറെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാൾ റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള കഴിവുള്ളവരുണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും. അപ്പം ആ ഒരു സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു സിംഗിൾ പാത ദൈവം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേതാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഈ ഉടമ്പടി വരണതിൻ്റെ കാരണം. കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകും, പക്ഷെ കോമ്പറ്റീഷൻ ഈ ലോകത്ത് എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ ദൈവം തൻ്റെ സന്തതികൾക്ക് ഈസി എൻട്രി ആയിട്ട് ദൈവത്തിൻ്റെ ആയിട്ടൊരു വഴികളുണ്ടാകും. ഗോഡ്സ് ഓൺ വേ, ദൈവ വഴികളുണ്ടാവും. ഞാനെപ്പോഴും നിങ്ങൾക്ക് ഉപദേശിച്ച് തരണമെന്ന് വെച്ചാൽ ദൈവ വഴികളിൽ അഭിരമിക്കാനുള്ള യോഗ്യതയാണ് എപ്പോഴും. കാരണം ചില ആൾക്കാർ അത്യാവശ്യം ദൈവ വഴികളിൽ വന്നിട്ട് കാര്യം കണ്ടിച്ച് പിന്നെ അവരുടെ ലോക വഴികളിലേക്ക് അവർ പോകും. അത് കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പരമാവധി ജീവിതം ട്യൂൺ ചെയ്യണ ദൈവ വഴികളിലൂടെ ആകാൻ, അല്ല കുറച്ച് കാപട്യവും കുറച്ച് കള്ളത്തരവും കുറച്ച് സത്യവും, അങ്ങനെ നമുക്ക് ദൈവവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ അപ്പനുമായിട്ട് വേണേൽ അങ്ങനെ പോകാൻ പറ്റും. സ്വന്തം അപ്പൻ ഭാഗോടമ്പടിയൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചില അപ്പന്മാർക്ക് വലിയ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പണ്ട് വസ്തു തന്നതായിരിക്കും ലോൺ എടുക്കാൻ വേണ്ടി വസ്തു തന്നാണെങ്കിലും അപ്പൻ ചിലപ്പോൾ അത് മറന്നു പോകും. ഭാഗോടമ്പടി അത് കൂട്ടാതെ ആയിരിക്കും തുല്യമായിട്ട് വീതിക്കണത്. നിങ്ങൾക്ക് പറയാം, അപ്പ എനിക്ക് തന്നതാണല്ല. നിങ്ങൾ പറയത്തില്ല. ഉടമ്പടി എടുത്താലും പറയത്തില്ല. അപ്പം കള്ളി എപ്പോഴും കള്ളി തന്നെയായിരിക്കും. അതാണ് എൻ്റെ വിഷയം. അതെപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണത്. അത് സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. നിനക്ക് ലോൺ എടുക്കാൻ വേണ്ടി 16 കൊല്ലം മുമ്പ് അപ്പൻ ആ സ്ഥലം തന്നതല്ലേ, 10 സെൻറ്റ്. അത് സത്യമല്ലേ? അപ്പം നീ അതിപ്പോൾ അപ്പം പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ അനിയന് കുറഞ്ഞു പോകത്തില്ലേ? അപ്പം നീ ഇപ്പം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നീ എന്താ ചെയ്യണം? അനിയനെ ചതിക്കാണ് ചെയ്യണത്. എന്നാൽ ഉടമ്പടി 8 പുതുക്കിയിട്ടുമുണ്ട്. അതാണ് വിഷയം. ഇത് രണ്ടും 2 വഴികളാണ്. ഉടമ്പടി 8 പുതുക്കിയിട്ടുണ്ട്, പക്ഷേ അനിയനെ ചതിക്കുന്നതിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അതാ ആ വഴി പോലെ നടക്കും. ആ വിഷയത്തിൽ ശങ്കരൻ തെങ്ങേ തന്നെ തമ്മിൽ കൂട്ടിക്കുഴക്കത്തില്ല.
ദൈവ വഴികളെന്ന് പറയുന്നത് കറക്റ്റ് ദൈവ വഴികൾ മാത്രമാണ്. ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അവളുടെ പേരെന്ന കുഞ്ഞിൻ്റെ പേരെന്താ? എലിസബത്ത് ജീന. എലിസബത്ത് ജീനയുടെ വചനം എന്താ? ആ കെ എന്ന് പറഞ്ഞപ്പോൾ ആ കെ അവൾക്ക് ആഴ്ച തന്നെ ഏജൻസിന് കിട്ടി. കെയുടെ പ്രൊസീജിയർ ചെയ്ത് അവൾ ജർമ്മനിയിലാണ്. ഇപ്പോൾ സ്പീഡാണ്, ടക്കാണ് സ്പീഡാണ്. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ വിഷയത്തിൻ്റെ അകത്ത് നോട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് ജീനയ്ക്ക് കൊടുത്തിരിക്കുന്ന മെസ്സേജ് കെ ആണ് നീ സെലക്ട് ചെയ്യേണ്ട ഏജൻസിയുടെ ഫസ്റ്റ് നമ്പർ. അത് പറയുമ്പോഴേ ഇവൾക്ക് കേൾക്കുമ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. ഈ കേൾവിയുടെ പ്രശ്നം, ആ വചനം എനിക്കാണോ എന്നറിയണമെങ്കിൽ ആന്തരിക ബോധ്യം ഉണ്ടാകും നമുക്ക്. അതിലൂടെയാണ് നമ്മൾക്കാണ് ആ വചനം നമ്മളെയാണ് ടാർഗറ്റ് ചെയ്യണത്, അഡ്രസ്സ് ചെയ്തിരിക്കണമെന്ന് കേൾവിക്കാർക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾ ഈ വചനം വായിക്കല്ലേ ഉള്ളൂ. വചനത്തിൻ്റെ പ്രോസസ്സിങ്ങിൽ അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ മീനിങ് ഡ്രോ ചെയ്ത് ദൈവമായിട്ട് ഒരു ലൈവ് കമ്മ്യൂണിക്കേഷനിലേക്ക് വളർന്ന് വരാൻ വേണ്ടിയാണ് അച്ഛൻ ഇത് കറക്റ്റ് കാര്യങ്ങൾ പറയണത്. അത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡൗട്ട് ഫെയ്ത്ത് ആണെങ്കിൽ വചനം എന്ന് പറയും ഡൗട്ട് ഫെയ്ത്തിൽ നിങ്ങളൊന്നും ചെയ്തെന്ന് പറയും. അതറിയണമെങ്കിലേ ആ വചനം ഒന്ന് എടുത്തേ. ഡൗട്ട് ഫെയ്ത്ത് റോമ എടുത്തേ. റോമ 14:23. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. ഇതിൻ്റെ വിഷയം നമുക്കൊരു ഡൗട്ട് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ തെറ്റാണ്, പാപമാണെന്ന് ചെയ്യരുതെന്ന് മനസ്സിലായ. എനിക്കാണോ അല്ലയോ എനിക്കറിയത്തില്ല, പോയി നോക്കാം, എങ്ങാനും പഠിക്കൽ ബിരിയാണി കൊടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് ഡൗട്ട് ഫെയ്ത്ത് ചെയ്യും. ഡൗട്ട് ഫെയ്ത്ത് യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പോൾ അത് തെറ്റാണെന്നാണ് പറയണത്. ഇപ്പോൾ കേട്ടില്ലേ? സംശയത്തോടെയാണ് ചെയ്യണമെങ്കിൽ അത് തെറ്റാണ്. നമുക്കെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് 2 തിമോത്തി 4:2 എടുത്തേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ബോധ്യം ജനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ച് വരും, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആണ് വചനം വായിക്കണമെന്നുണ്ടെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആണ് ആ മെസ്സേജ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യം കിട്ടും. അതാണ് എൻ്റെ വിഷയം. നമ്മളെയാണ് ദൈവം ആ മെസ്സേജ് അഡ്രസ്സ്. ഇപ്പോൾ 10,000 പേര് ഇരുന്നാലും ചിലപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് ഒരാളെ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമാണ് ആ ബോധ്യം കൊടുക്കുന്നത്. ദൈവം ബോധ്യം കൊടുക്കണം. ഇത് കർത്താവ് എന്നെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ അവിടെ ഡൗട്ട് എന്നെക്കുറിച്ചായിരിക്കുമോ, ചിലപ്പോൾ അല്ലായിരിക്കും. കുറേ കാര്യമുണ്ടായി, കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് നിങ്ങളെക്കുറിച്ചല്ല, കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. അങ്ങനെയാണ് ഈ വിഷയം നമ്മൾ ഡിസേൺ ചെയ്യണത്, എന്നിട്ട് വിവേചിക്കണത്. അങ്ങനെയാണ് വിവേചിക്കണത്. നിങ്ങൾക്കുള്ള മെസ്സേജാണെങ്കിൽ ഇടിവെട്ട് പോലെ ഒറ്റ ഷൂട്ട് നിങ്ങൾക്കപ്പം തന്നെ ബോധ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ വചനം കേൾക്കുന്നതിൽ ഇന്ദ്രിയങ്ങളിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ നിങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയത്തില്ലേ? ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമോയെന്ന് അറിയത്തില്ല. പ്രയോജനമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുതെന്നുള്ളതാണ്. ഇപ്പം നാത്തൂൻ്റെ ഏഷണി ആയാലും അമ്മാവൻ്റെ മോൾ ചാടിപ്പോയ കാര്യമായാലും
നിങ്ങൾ ഈ വചനത്തിൻ്റെ ചെവികൾ വെച്ചിട്ട് ഈ സാധനങ്ങളൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം, ഇതിനിങ്ങനെ ചെവി അയ്യോ എന്നിട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പക്ഷേ കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ചെവികൾ നിങ്ങൾ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചിലർക്ക് വരുന്നൊരു അബദ്ധം. ഇത് വളരെ സീരിയസ് വിഷയമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ചെവികൾ, നാക്ക്, അത് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ആരായി? നിങ്ങൾ ലോകത്താനായി മാറി. സിമ്പിളല്ലേ? നിങ്ങൾ 10 വട്ടം ഉടമ്പടി എടുത്താലും 14ാമത്തെ വട്ടം ഒരു ഉടമ്പടിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പെരിച്ചാഴി വന്നു വെച്ച് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെവി കൊടുത്താൽ അവിടെ റാങ്കിലായി നിങ്ങളുടനെ ഓട്ടോമാറ്റിക്കലായിട്ട്. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവരന്തരെ നയിക്കുന്ന അന്തരാണ് എന്നൊക്കെ ഈശോ പറയണില്ല. എന്താണ്? ഒരു വേർപാട് എപ്പോഴും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഉടമ്പടിയിൽ ദൈവം ഉടമ്പായിരിക്കുന്ന ആൾക്കാർ ലൗകിക ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരുടെ ഉപജാപങ്ങളിൽ പങ്കെടുക്കരുത്. കാര്യം നിങ്ങൾക്കത് താല്പര്യമില്ല. ആ വർത്തമാനം കേട്ടാൽ അവരവരുടെ വഴിക്ക് പോയിക്കൊള്ളും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നണ കൊണ്ടാണ് അവർ നിങ്ങളോടത് പറയണത്. അവർക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അതാണ് വിഷയം. വേറെ ഒന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾക്ക് റിലേഷൻസ് വളരെ കാര്യമാത്രമായ റിലേഷൻസേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്നതിന് എൻ്റെ കാതുകളെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ സ്വീകരിക്കുന്നതിന് പരിശുദ്ധ അമ്മയെ പോലെ അതനുസരിച്ച് ജീവിക്കുന്നതിന് എൻ്റെ സമർപ്പണത്തെ സഹായിക്കണമേ. അപ്പം നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി വിഹിതമായിട്ട് ദൈവത്തിൻ്റെ പങ്കാളി കൂട്ടുവേലക്കാരായിട്ട് ജീവിക്കണമെന്ന് ദൈവം തോന്നുകയും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായത് കൊണ്ട് തന്നെ സാത്താൻ്റെ കൂട്ടുവേലക്കാരുമായിട്ട് നമ്മൾ വേറെ പിരിയുന്ന ഇല്ലേ? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ സാത്താൻ്റെ കൂട്ടുവേലക്കാരുമായിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ ചിലപ്പോൾ അവർ കടം മേടിച്ച കാശ് വീണ്ടും വന്ന് ചോദിക്കുന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം ഇങ്ങനെയുള്ള ആൾക്കാർ അത്രേ ചെയ്യത്തുള്ളൂ. അപ്പം ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് നിങ്ങളെ ദൈവതിരുസന്നിധിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൈവദാനമാണ്. ഇത് വെച്ച് നമുക്ക് പിടിച്ച് ദൈവത്തിൽ നിന്ന് വളരണം. കർത്താവ് നമ്മുടെ കൂടെ എവിടെ ചെന്നാലും ഉണ്ടാവും. ഇപ്പോൾ ആനിയമ്മ പറഞ്ഞില്ലേ, ആനിയമ്മ ഫ്രാൻസിസ് പറഞ്ഞെന്താ? ആനിയമ്മ ഫ്രാൻസിസ് പറഞ്ഞത്, ഞാനിങ്ങനെ ലക്ഷങ്ങളുടെ ബിസിനസ്സൊക്കെ നടത്തുന്നെങ്കിൽ എനിക്ക് ആക്രാന്തമൊന്നുമില്ലെന്ന്. അത് ശരിയാണ്, കൂളാണ്. കൂടുതലുണ്ടാക്കണമെന്ന് ആക്രാന്തമൊന്നുമില്ല. പിന്നെ ഞാൻ ദൈവത്തിൽ നിരക്കാത്തൊന്നും ചെയ്യത്തില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. അങ്ങനെയൊക്കെ ഒരു ബിസിനസ്സുകാർക്ക് പറയാൻ ഭയങ്കര കാര്യം. ബിസിനസ്സുകാർ പകുതി മുക്കാലും ദൈവത്തിൽ നിരക്കാതെ ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇവർ വന്നുവെച്ചും പറയണത്, ഞാൻ ദൈവത്തിന് നിരക്കാത്തത് ഇന്ന് വരെ ചെയ്തിട്ടില്ല, ബിസിനസ്സിൽ ചെയ്യത്തുമില്ല, അതിൽ കുറഞ്ഞ ലാഭം എനിക്ക് മതി. അത് നിലപാടാണ് ശരിക്കും. ഉടമ്പടിയും നിങ്ങൾക്ക് തോന്നണ്ട, ഉടമ്പടിയും ദൈവമായിട്ട് ജീവിതം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഒരു നിലപാടാണ്. അപ്പോൾ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ ആ പണ്ടെങ്ങനെയാണ് പിശാചിൻ്റെ കൂടെ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്തത് അതുപോലെ ഇപ്പം ചെയ്യുകയും ദൈവത്തിനെ പോലും അനുഗ്രഹം തട്ടിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് മോങ്ങുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ബൈബിളിൻ്റെ ABCD അറിയാൻ പാടില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കുഴപ്പമാണിത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇവർ പറയണത്, എനിക്ക് ഇന്ന് വരെ ഞാൻ ദൈവത്തിനെ മാറ്റി നിർത്തി ഒരു കച്ചവടം ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ലെന്ന്. ഇപ്പം എന്നെ സംഭവിച്ചാൽ അങ്ങനെ ഇപ്പം നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മളെന്താ ബിസിനസ് ചെയ്യണം? ജീവിക്കാൻ വേണ്ടിയല്ലേ. അതിൻ്റെ മിനിമം ലാഭം ദൈവം, ഒരു വളഞ്ഞ വഴിയൊന്നും ഇല്ലെങ്കിലും ദൈവം ഉണ്ടാക്കി തരും.
ഇപ്പോൾ ഇവരൊരു ഷാർജയിൽ ഒരു സ്ഥലം മേടിക്കാൻ കഥ പറയുന്നുണ്ട്, നല്ല രസം കേൾക്കാൻ. അപ്പോൾ അവർക്ക് 150 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. ഒരു സ്ക്വയർ ഫീറ്റിന് 115 ദിർഹം. അപ്പോൾ അവർ റിയൽ എസ്റ്റേറ്റുകാരോട് സ്ഥലം ബാർഗെയിൻ ചെയ്തപ്പോൾ ഇവർ എഴുതി കൊടുത്ത്, ഒരു സ്ക്വയർ ഫീറ്റിന് 100 ദിർഹമാണെങ്കിൽ, ഇപ്പം 100 സ്ക്വയർ ഫീറ്റ് 100 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ 26 രൂപയാണ് ദിർഹം. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 22,600 രൂപ സ്ക്വയർ ഫീറ്റിന്. അങ്ങനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇവർ പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞ് അവർ ചിരിച്ച്, അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഇവരുടെ അടുത്ത് ചെന്ന്, അതൊരു എക്സ്പോയിലാണ് പോയത്, റിയൽ എസ്റ്റേറ്റുകാരുടെ എക്സ്പോയിൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ സ്പോട്ട് റിയൽ എസ്റ്റേറ്റുകാർ അവിടെ ഇരിപ്പുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് 100 ദിർഹമാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞത്. അവരിപ്പോൾ പറയണത് 65 ദിർഹത്തിന് തരാമെന്ന്. ഇത് മനസ്സാകാതെ ഉണ്ടോ? ഈ ബിസിനസ് മനസ്സിലാകണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 115 വേണമെന്ന് പറഞ്ഞ ആൾക്കാരോട് 100 എടുത്തോളാമെന്ന് പറഞ്ഞതാണ്. പിന്നെ അത് ബിസിനസ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം കൊടുത്തേനോ. ഇറ്റ്സ് ഓക്കെ മാഡം, നിങ്ങൾക്ക് സെറ്റാണെന്ന് പറയണമെങ്കിൽ അപ്പം ഇത് ഡീലായി പോയിരാം. മാതാവ് അവരെ കൊണ്ട് ഡീല് ചെയ്യിച്ചില്ലത്, അതാണ് ബിസിനസ്. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരെ കാണുകയാണ്. കാണുമ്പോൾ പറയാണ് ആ സ്പോട്ടിന് 65 ദിർഹത്തിനാണെങ്കിൽ തരണതിന് കുഴപ്പമില്ലെന്ന്. അപ്പം തന്നെ അത് ഡീലായി. ഇവരാണ് 100 പറഞ്ഞതെന്ന് ഓർക്കണം. അതാണ് ബിസിനസ്. ഇവരാണ് 100 പറഞ്ഞത്. 100 പറഞ്ഞതിന് അന്ന് അവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ 100 വെച്ചവർക്ക് നഷ്ടപ്പെട്ടേരാം. അന്നവർ സമ്മതിക്കാതെ ഇന്ന് 65-ന് സമ്മതിക്കുമ്പോൾ ഈ ബിസിനസ് ആരാണ് ചെയ്തിരിക്കുന്നത്? അമ്മയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് വിഷയം. അതായത് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവത്തിനെ വഞ്ചിക്കണതും പറ്റിക്കണതും, ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടണതും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ടൊരു പൈസ എനിക്ക് വേണ്ട എന്ന് ഒരുത്തൻ്റെ സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞാൽ നീ നിന്റെ കുഞ്ഞുങ്ങളും ജീവിക്കാനുള്ള സത്യസന്ധമായ വേണം. സത്യസന്ധമായ പൈസ കർത്താവ് ബിസിനസ്സിലൂടെ നിനക്ക് തരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അല്ലല്ലേ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ 5 പുതുക്കി 10 പുതുക്കി, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 25 പുതുക്കി ഒരു മോളൊക്കെ ഉണ്ട്. അവൾ ഇടിവെട്ട് സാക്ഷിയാണ് പാർട്ടി, അവർ സംശയമില്ല. അവർ ഒരു ലോക ഉടമ്പടിക്കാരത്തിയാണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഈ പ്രോസസ്സിങ്ങിലൂടെ പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ എണ്ണത്തിൻ്റെ ഒരു ഗുണമേന്മ, ഇത് ക്വാണ്ടിറ്റി അല്ലേ? ക്വാണ്ടിറ്റി എന്താണ്? എണ്ണപ്പെരുപ്പത്തിനേക്കാൾ ഉപരി ഗുണമേന്മയിലേക്കാണ് ഉടമ്പടി വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എണ്ണ ഈ മാസം നിങ്ങൾക്ക് പുതുക്കാൻ പറ്റും 3 മാസം കൂടുമ്പോൾ. പക്ഷെ അത്രയും ഉടമ്പടി ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാകും. ഉടമ്പടി ക്വാളിറ്റി എന്താണ്? ഒന്നാമത്തത് ചെങ്കടലിലൂടെ കടക്കണം. രണ്ടാമത്തെ ഉടമ്പടി ക്വാളിറ്റി എന്താണ്? ചെങ്കടലിലൂടെ കടന്നിട്ട് പിന്നെ എങ്ങനെയാണ് സീനായി മരുഭൂമിയിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത്. മരുഭൂമി എന്തിൻ്റെ ചിഹ്നമാണ്? മരുഭൂമി ഒരു പ്രൊസീജിയറാണ്, രണ്ടാമത്തെ പ്രൊസീജിയറാണ്. അതിൻ്റെതാണ് നിയമാവർത്തനം. നിയമാവർത്തനം 8:2 നിങ്ങളുടെ ദൈവമായ കർത്താവ്
നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ പ്രൊസീജിയറെല്ലാം ഓർക്കണമെന്നാണ് പറയാം. ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്ന പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഹോംവർക്ക് ചെയ്യണത് നല്ലതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള മരുഭൂമിയിലൂടെ കടന്നുപോയ എല്ലാ വഴികളും ഇടയ്ക്ക് നിങ്ങൾ ഓർക്കണം. അതെന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. ആ വചനം ഒന്നിനു വായിച്ചേ. നിയമാവർത്തനം 8:2. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. എളിമപ്പെടുത്തുക എന്നുള്ളത് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഈ ഉടമ്പടിയിലൂടെ പോകുന്ന വ്യക്തി രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രൊസീജിയർ പാപത്തെ ഒഴിവാക്കുകയാണ്, രണ്ടാമത്തെ പ്രൊസീജിയർ എളിമപ്പെടുകയാണ്. ഈ മാതാവിൻ്റെ മാതൃക ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിത് പറ്റുന്നില്ലെങ്കിൽ അമ്മയോട് നിങ്ങൾ ചോദിക്കണം. അമ്മ അവിടുന്ന് ദാസിയുടെ വിനീത അവസ്ഥ തെക്കൺ പാർത്തില്ലേ, എന്നെ വിനയപ്പെടുത്തണം, പ്രാർത്ഥിക്കണം. ഈ വിനയം ഇല്ലെന്നൊന്നുമില്ല, ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒരുമാരപ്പെട്ട അഭിനയമാണ് നിങ്ങളുടെ വിനയം. പല ആൾക്കാരുടെയും യഥാർത്ഥ വിനയം ഞാൻ വളരെ അപൂർവ ആൾക്കാർക്ക് വിനയം കണ്ടിട്ടുള്ളൂ. അവരുടെ എല്ലാവരുടെയും അവരുടെ ഈഗോയെ, ചിലപ്പോൾ ഞാനവിടുത്തെ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഞാൻ എന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കുന്ന ആളാണ്. നമ്മുടെ ഈഗോയെ ഡയറക്റ്റ് ഹർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ ഉടനെ അലാമാകും. ഉടനെ നമ്മുടെ ഈഗോയെ ഡയറക്റ്റ് ഹർട്ട് ചെയ്യുന്ന ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എളിമയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലെ മനസ്സിലാകത്തില്ല. നമ്മൾ ദൈവദിനസ്ഥനെ കാട്ടിക്കൂട്ടുന്ന എളിമത്തത്തിൻ്റെ ഒരു അഭ്യാസ വേർഷനില്ലേ, അതൊന്നുമല്ല ഞാൻ പറയണത്. മറിച്ച് നമ്മളുടെ ഈഗോയെ എവിടെയെങ്കിലും ആരെങ്കിലും ഹർട്ട് ചെയ്യുന്ന കണ്ടാൽ നമ്മൾ 280 എന്ന് പറയുന്നത് അണലിപ്പാമ്പിനെ കുറിച്ച് എന്താ പറയണത്, 280 എന്നൊക്കെ വിളിക്കണില്ല ആ സാധനത്തിന്. 280 ഡിഗ്രി ആ സാധനം തിരിയുമെന്നാണ് പറയണത്. കടിക്കാൻ വേണ്ടി കോബ്രയേക്കാൾ ഭയങ്കര സാധനമാണ് അണലിപ്പാമ്പ്. പണ്ട് ഇവിടെ ഒരു അണലിപ്പാമ്പ് വന്നിരുന്നു വെളുപ്പിന്. മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് അത് ഉറച്ചു പോയി. ഇവിടെ ഇരിക്കുകയായിരുന്നു അണലിപ്പാമ്പ്, വലിയത്, ഇത്രയും വണ്ണമുള്ള, ഇത്രയും നീളമുള്ള. അവൻ അവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് കയറി അവിടെ നിന്ന് സ്റ്റോക്കായിപ്പോയി. അപ്പോൾ ഈ സംഭവത്തിന് വെച്ചാൽ അവനെ തൊട്ടാൽ അവൻ പെട്ടെന്നിങ്ങനെ കറങ്ങിയടിക്കും. അതുപോലെയാണ് പല ആൾക്കാരുടെയും വിഷയം. ഈഗോയുടെ കാര്യത്തിൽ അണലിപ്പാമ്പുകളാണ്. അതുകൊണ്ടാണ് ഈ അണലി വളരെ ബൈബിള് അണലി സന്തതികളെ എന്നൊക്കെ വിളിക്കണില്ലേ, അണലി സന്തതികളെ. അപ്പോൾ ദൈവം അഡ്രസ്സ് ചെയ്യാൻ, അനുതാപത്തിന് മുമ്പ് മനുഷ്യൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച വാക്കാണ് അണലിയെന്ന്. എന്നുവെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും തിരിഞ്ഞ് കടിക്കാൻ ഈ സാധനത്തിന് അറിയാം, എല്ലാ സ്ഥലത്തേക്കും. ഈ പ്രൊസീജിയറിലൂടെ പോകുമ്പോഴേ ഉടമ്പടി രണ്ടാമത്തെ ഘട്ടമായ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട്സ് എളിമപ്പെടലാണ്. മറുഭാഗവും ശരിയാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും
അപ്പം മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാകുമ്പോൾ അപ്പോളജി ചെയ്യാൻ ചില അപ്പം മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാകും. പക്ഷെ ചെന്ന് പറയത്തില്ല, എടാ അത് അങ്ങനെ പറ്റിപ്പോയി കേട്ടാ, ഞാൻ ഓർത്ത് ഇങ്ങനെയാണെന്ന് പറയത്തില്ല. പറഞ്ഞാൽ പിന്നെ ഈഗോയെ ഹർട്ട് ചെയ്യത്തില്ല. ഇവരുടെ ഈഗോ വീണ്ടും അവിടെ മുമ്പിൽ ഞാൻ താഴ്ന്നെല്ലാം വിചാരിച്ചുകൊണ്ട് പോകണമെല്ലാം വിചാരിച്ചുകൊണ്ട് പറയത്തില്ല. അപ്പോൾ ഈ ആൾക്കാരാണ് ഈ ഉടമ്പടി എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനും. അതാണ് വിഷയം. അണലിപ്പാമ്പുകൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയറിലൂടെ പോകുന്നത് നോക്കണം. ഒരു മരുഭൂമിയുണ്ട്, ജോലി കിട്ടാത്ത, തണൽമരമില്ലാത്ത, ഒരു അഡ്മിഷനും കിട്ടാത്ത ഒരു മരുഭൂമി. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ജോലി കിട്ടാത്ത, കല്യാണം വെക്കാത്ത, വസ്തു വിൽക്കാത്ത, വരുമാനം കിട്ടാത്ത, ഒരു അഭയസ്ഥാനം കാണാത്ത ഒരു കാലത്തിലാണല്ലോ ഈ മരുഭൂമി എന്ന് പറയണത്. അല്ലാതെ എല്ലാവരെയും കൊണ്ട് യൂദയ മരുഭൂമി ഇടുന്ന പരിപാടിയൊന്നും അല്ലേ. നമ്മുടെ കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ ലാഗ് ചെയ്ത് പോവുക. ഒരാഴ്ച കൊണ്ട് പോകേണ്ട കാര്യത്തിന് 40 വർഷം എടുക്കുക. അതല്ല മരുഭൂമി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മരുഭൂമി കൂടി പോയതാ, ബസ്സിനാണ് പോയത്. എല്ലാം കൂടി 8 മണിക്കൂറാണ് മറ്റേ എടുത്ത്. 8 മണിക്കൂറാണുള്ള ബസ്സിന്. നടക്കാനാണെങ്കിൽ ഒരു 3-4 ദിവസത്തെ യാത്രയേ ഉള്ളൂ. 3 ദിവസത്തെ യാത്ര. ഈ പിതാക്കന്മാർ നടന്നത് 40. അപ്പോൾ 28 വയസ്സ് നടത്തേണ്ട കല്യാണം 34 നടക്കണില്ലെങ്കിൽ അതാണ് മരുഭൂമി എന്ന് പറയണത്. ഇപ്പം മനസ്സിലായില്ലേ? 4 ദിവസം കൊണ്ട് പോകേണ്ട സ്ഥലത്ത് 40 ദിവസമായിട്ടും പോകാൻ പറ്റുന്നില്ലെങ്കിൽ മരുഭൂമിയാണ്. അപ്പം നിങ്ങൾ വിൽക്കാത്ത സ്ഥലം, നടക്കാത്ത കല്യാണം, കിട്ടാത്ത ജോലി, നിങ്ങൾ മരുഭൂമിയിലാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് പ്രൊസീജിയറുണ്ട്. എന്താണ്? നിങ്ങൾ എളിമപ്പെടണം. എളിമപ്പെടണം എന്തിനാണെന്നറിയാം? എളിമപ്പെടണത് ഒന്നാമത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് ഭയങ്കര ഈഗോ ഉണ്ടാവും. നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളനുസരിച്ച് ദൈവം തന്നെ വന്നില്ല നിങ്ങൾ പറയണത്. നിങ്ങൾ രാജാവിൻ്റെ മകനാണ്, അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ ദൈവം തരണം. അതല്ല നിങ്ങൾ പറയണത്. ഈ ലക്ഷ്യങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ മരുഭൂമി സൃഷ്ടിക്കണമല്ല, മരുഭൂമി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സാധനം. എന്ന് വെച്ചാൽ തെറ്റായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്. ഇപ്പോൾ ഒരുത്തന്നെ 8ാം ക്ലാസ്സാണ് പഠിച്ചിരിക്കുന്നത്, അല്ല 10ാം ക്ലാസ് പഠിച്ചു. അവന് കട്ടായ നേഴ്സിനെ തന്നെ കല്യാണം കഴിക്കണം. അവൾക്ക് PR ഉണ്ടായിരിക്കണം. ഈ അണ്ണൻ എന്ന് കല്യാണം കഴിക്കാനാ? അണ്ണൻ മരുഭൂമി ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഈ 8ാം ക്ലാസ്സുകാരനെ കല്യാണം കഴിക്കണ നേഴ്സിൻ്റെ അവസ്ഥ എന്ത്? PR ഉള്ള നേഴ്സിൻ്റെ അവസ്ഥ എന്താ? അത് ഇവൻ ചിന്തിക്കത്തില്ല. അവനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ലക്ഷ്യത്തിലുള്ള ഈഗോ ഉണ്ടെങ്കിൽ മരുഭൂമി താനേ ഉണ്ടാവും. നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഈഗോ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അർഹമല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങളെ ലക്ഷ്യം ചേഞ്ച് ചെയ്യണം. ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊരു വിഷയം എന്ന് പറയുന്നത് പിന്നെ ഇത് വെച്ചായിരിക്കും നിങ്ങൾ അതിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ടാലി ആകാതിരിക്കുകയും, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് ഇടിച്ച് നിൽക്കുകയുള്ളൂ സംഭവം. മരുഭൂമി ഇങ്ങനെ നീണ്ടുപോകും. പിതാക്കന്മാർക്ക് 40 വർഷമേ ഉള്ളൂ, നിങ്ങൾ ചിലപ്പോൾ 80 വർഷമാകും. നിങ്ങളുണ്ടാക്കണത്, ദൈവം ഉണ്ടാക്കണതല്ല. ദൈവത്തിന് നിരക്കാത്ത, നിങ്ങളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ, നിങ്ങളുടെ സ്വന്തം ഫാബ്രിക്കേഷനിലായിട്ടുള്ള ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന മരുഭൂമിയാണിത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
എന്നെക്കുറിച്ചുള്ള ദൈവഹിതമല്ലാത്ത പദ്ധതികള്, എന്നെക്കുറിച്ചുള്ള ദൈവഹിതമല്ലാത്ത പദ്ധതികളെല്ലാം, കർത്താവിൻ്റെതല്ലാത്ത പദ്ധതികളെ വിട്ടുപേക്ഷിക്കാനും അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിച്ചെത്തുവാനും എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ 2 പ്രൊസീജിയർ കണ്ടായിരുന്നു അല്ലേ? ഒരു ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രോസസ്സിങ്, ആ പ്രക്രിയയിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകമാണ് ചെങ്കടൽ. നമ്മുടെ പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കാനുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ മരുഭൂമി, അത് നമ്മളെ എളിമപ്പെടുത്താനും ലക്ഷ്യങ്ങൾ നമുക്ക് പറ്റാത്തതാണെങ്കിലും നമ്മുടെ ഓവർ ഈഗോ അതിൻ്റെ അകത്ത് ആ ലക്ഷ്യത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിൽ ഈ ഓവർ ഈഗോ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ക്ഷിപ്രപണക്കാരില്ലേ? ക്ഷിപ്രപണക്കാരുണ്ട്. ഈ ഓവർ ഈഗോ ഉള്ളവരുടെ മെയിൻസാണ് ക്ഷിപ്രപണക്കാരെന്ന് പറയുക. എന്ന് വെച്ചാൽ സംഭവത്തിൽ പെട്ടെന്ന് ഒരു കമ്പനി തുടങ്ങി, പെട്ടെന്ന് ഒരു വാനെടുത്ത്, പെട്ടെന്ന് ആ കമ്പനിക്ക് പറ്റിയ പിക്കപ്പ് വാൻ വാങ്ങി, പെട്ടെന്ന് ഒരു 3-4 മാസം കൊണ്ട് കമ്പനിയായി വാണായി. പിന്നെ ആളിങ്ങനെ ബോബൻ മോളിലെ കഥാപാത്രം പോലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മുതലാളി പോവുകയാണ്. അപ്പോൾ ചിലർ പറയും ഇവന് കള്ളപ്പണം എവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് കാര്യം. ഇവൻ്റെ കുഞ്ഞുനാൾ മുതൽ കൂട്ടുകാരുമായിട്ട് ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ഇവൻ തോറ്റു. കൂട്ടുകാരൊക്കെ ഓരോരോ സ്ഥലത്ത് പോയി പണ്ട് വാതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ പല ലക്ഷ്യങ്ങളുടെ പിന്നിലും ഒത്തിരി ഡ്രാക്കുളാമാരുണ്ട്. കൂട്ടുകാരാണത്. നമ്മുടെ ലക്ഷ്യങ്ങൾ തന്നിരിക്കുന്നത് നമ്മളല്ല. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ വേറെ ആരോ നിങ്ങളുടെ തലയിൽ അടിച്ച് കേൾപ്പിച്ചതാണ്. അതിനു വേണ്ടിയാണ് അപ്പൻ ഉറങ്ങിക്കിടന്നപ്പോൾ പ്രമാണം കൊണ്ടുപോയി ലോൺ എടുത്ത് ഇപ്പം കമ്പനിയായി, കാറായി. എന്താ വിഷയം? ഈ സാധനത്തിന് ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ കമ്പനിയൊക്കെ നേരെ 10 പൈസ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇനി 10 കൊല്ലം എടുക്കും. പക്ഷെ അതിന് മുമ്പ് തന്നെ 20 കൊല്ലം കമ്പനി റൺ ചെയ്താൽ കിട്ടാവുന്ന ലാഭം ഉണ്ടാകുന്ന രീതിയിലാണ് പുതിയ സാധനം ലോൺ എടുത്തിരിക്കണത്. ലോണിൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. എവിടെ തിരിഞ്ഞാലും കേരളത്തിൽ ലോണ് കിട്ടും. കാര്യം ഇവിടെ ഒരു ഉത്പാദനവും നടക്കാത്ത കാരണം ഈ കാറുകാരനൊക്കെ ചുമ്മാ റോഡേ ഇട്ടിരിക്കണ കാർ കണ്ടിട്ടില്ലേ? ചെന്ന് നോക്കിയാൽ മതി. സാറേ സുഖമാണെന്ന് ചോദിച്ചാൽ മതി. 5 കാർ അപ്പം തന്നെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വാതിൽക്ക് ഇടും. ഒരു കാര്യമില്ല. പിന്നെ 2-3 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയും കൊണ്ട് അവൻ പോണ കാണാം. അപ്പോൾ ഒരുമാതിരിപ്പെട്ട അഹങ്കാരികൾക്ക് പണി കിട്ടാൻ പറ്റിയ സ്ഥലമാണ് കേരളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കളിക്കണം, ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. ആരെ ബോധ്യപ്പെടുത്തണമെന്നറിയാവോ? നിൻ്റെ രഹസ്യ എനിമിയുണ്ട്. അതാരാണ്? നിന്നോട് വാഗ്വാദം വെച്ചവരും നീ കുഞ്ഞുനാൾ പോലും മത്സരിച്ച് വന്നവരും അവരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി കളിക്കുന്ന ചുമ്മാ ചീപ്പ് കളികളാണ്. ഇതാണ് ഈ മരുഭൂമി എന്ന് പറയണത്. ഇത് വിഗ്രഹവുമാണ്. കാറിനോടുള്ള ആസക്തികളെ, വലിയ വീടിനോടുള്ള ആസക്തികളെ, നിങ്ങൾ ഒരു ചെറുക്കനെയും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി, ഒരു കാറുമായി, പിന്നെ ഒരു വലിയ വീടുമായി. മലയാളിയുടെ സ്വപ്നമാണിത്. ശരാശരി മലയാളിയുടെ സ്വപ്നമാണ്.
ഇത് തെറ്റല്ല. പക്ഷേ നമ്മൾക്ക് അസ്ഥിയായിട്ട് കൊള്ളാത്ത രൂപത്തിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് വിഷയം. ഇതെല്ലാം ശരിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായത് കാരണം മാന്യമായിട്ട് തന്നെ ഇവിടെ ജീവിക്കണം. പക്ഷെ അസ്ഥിയായിട്ട് കൊള്ളരുത്. മറ്റുള്ളവരങ്ങനെ തൂങ്ങണമെന്ന് പറഞ്ഞ് നമുക്ക് പോയി തൂങ്ങാൻ പറ്റത്തില്ല. അതാണ് വിഷയം വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ചിലർ കാറിനോടുള്ള മോഹം അല്ലെങ്കിൽ വലിയ വീടിനുള്ള മോഹം വിഗ്രഹം പോലെ വരും. ഈ വിഗ്രഹത്തോട് ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും. അതാണ് ജോർദാൻ എന്ന് പറയണത്. ജോർദാൻ ഈ മരുഭൂമി കടന്ന പിന്നെയുള്ള പ്രൊസീജിയർ എന്തിൻ്റെയാണ്? ജോർദാനാണ്. ജോർദാൻ കടക്കണം. ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജോഷുവ ഒരു കാര്യം പറയും. എന്താണ് ജോർദാൻ എന്നുള്ളത് പറയും. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങളുണ്ടാകാം. ലക്ഷ്യം വിഗ്രഹമായി മാറരുത്. ജോർദാൻ കടന്നാൽ ലക്ഷ്യങ്ങളുടെ മേൽ അത് നടന്നില്ല നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. അത് കർത്താവ് തിരുമനസ്സാകണത് എപ്പോഴാണ്, അപ്പോൾ നടന്നാൽ മതിയെന്ന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേൽഗതികളാണ്. അത് കർത്താവ് തിരുമനസ്സാകുന്നവരെ ഞാൻ സാവകാശം പിടിക്കും. അല്ല പിടിച്ചോ എന്നും പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെ പോയി ലോൺ എടുത്ത് കിഡ്നി പണയം വെക്കരുത്. അത് വിഗ്രഹമാണ് സംഭവം വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ജഡത്വം തലക്കടിച്ചിട്ടുള്ള ആൾക്കാരോട് നമ്മൾ കാര്യം അവർക്ക് പറ്റത്തില്ല. പ്രാന്തന്മാരോട് പറഞ്ഞാൽ വല്ലവർക്കും മനസ്സിലാവുക? ഒന്നും മനസ്സിലാകത്തില്ല. പ്രാന്തന്മാരെ തല്ലിയാൽ മനസ്സിലാവുക? അത് മനസ്സിലാകത്തില്ല. അത് ആ വർഗ്ഗം അങ്ങനെയാണ്. അപ്പോൾ ചില ആൾക്കാരോടൊക്കെ ഈ ദൈവികമായ കാര്യം തലപ്പോകത്തില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പെങ്ങന്മാർ കെട്ടാതെ വീട്ടിൽ നിന്നിട്ട് അവസാനം അപ്പനും നോക്കണില്ല, അമ്മയും നോക്കണില്ല, ആങ്ങളുടെ ഇങ്ങനെ അവൻ ചെത്തി മിനുങ്ങി അവൻ വേറെ പെണ്ണുങ്ങളുടെ നടക്കുകയാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതം അന്താരാളത്തിലാകും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇത്തിരി സഹിച്ച് ഉത്തരവാദിത്തം നോക്കിക്കൊണ്ട് പോകും. അതെല്ലാം ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിൽ വരുമ്പോൾ ദൈവം എല്ലാ മേഖലകളിലും നിനക്കാവശ്യമായ കാര്യങ്ങൾ തരികയും നിന്നെ സന്ധിക്കുകയും നിന്നെ നിലനിർത്തുകയും വാഗ്ദാനം നാട് പ്രാപിക്കുകയും ചെയ്യും. പക്ഷെ ആ പ്രൊസീജിയറിൽ ഇവിടെ നീ കടന്നു പോകണം. അപ്പോഴാണ് ദൈവം ഗുണനിലവാരമുള്ള ഉടമ്പടി എന്ന് പറയണത്. എണ്ണത്തിൽ കൂടുന്ന ഉടമ്പടിയേക്കാൾ ഉപരി ഗുണനിലവാരമുള്ള ഉടമ്പടി. അവസാനത്തത് എന്താണെന്ന് വെച്ചാൽ ജെറീക്കോയാണ്. ജെറീക്കോയാണ് അവസാനത്തെ പ്രൊസീജിയർ. ജെറീക്കോ നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. ജെറീക്കോ എന്താ പറയണത്? ജെറീക്കോയുടെ ചുറ്റും ചുമ്മാ നിങ്ങൾ നടന്നാൽ മതി, കോട്ട ഞാൻ പൊടിക്കുമെന്നാണ് പറയണത്. അവസാനം മാത്രമാണ് ദൈവം ഇടപെടണത്. നമ്മൾ ജോർദാൻ കടന്നു കഴിഞ്ഞ് ജോർദാൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ദൈവം ചെയ്യേൻ. അതാ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ഇത് ദൈവത്തിൻ്റെ യുദ്ധമാണെന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അതിനടുത്ത് 2 ദിനവൃത്താന്തം 20:15 യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. ഇത് ഉടമ്പടിയുടെ ഒരു 4-ാം ഘട്ടമാണത്. 1-ാം ഘട്ടം ചെങ്കടൽ, 2-ാം ഘട്ടം മരുഭൂമി, 3-ാം ഘട്ടം ജോർദാൻ.
ചെങ്കടലിൽ പാപങ്ങൾ ഒഴിവാക്കുന്നു, നമ്മൾ മരുഭൂമിയിൽ നമ്മൾ എളിമപ്പെടുന്നു, ജോർദാനിൽ നമ്മൾ വിഗ്രഹങ്ങളെ ഒഴിവാക്കുന്നു. ഓവർ അറ്റാച്ച്മെൻറ്റ് ആരോടാണ്? അതെല്ലാം മാറ്റുന്നു. ബാക്കിയുള്ള നാലാമത്തത് എന്താണ്? ജെറീക്കോയാണ്. ജെറീക്കോ യുദ്ധം ചെയ്യണത് ആരാണ്? ആരും യുദ്ധം ചെയ്യുന്നില്ല. വാഗ്ദാന പേടകവുമായി അവർ ജെറീക്കോ ചുറ്റും സഞ്ചരിക്കുകയുള്ളൂ. ജെറീക്കോ താനേ പൊടിയാണ് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.